പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് വൈദ്യുതി മേഖലയിലുള്ള ചാർജ് വർധന. യൂണിറ്റിന് അതുപോലെ തന്നെ മറ്റ് പല ഇനത്തിലായിട്ട് ഇന്ന് വൈദ്യുതി ചാർജിൽ വമ്പിച്ച വർധനവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തിടെ KSEB റെഗുലേറ്ററി കമ്മീഷന് മുമ്പാകെ കൊടുത്ത ഒരു പ്രപ്പോസലിലും ചാർജ് വർധനയ്ക്കുള്ള നിർദ്ദേശം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിനൊരു പരിഹാരമെന്നോണം കേരളത്തിലും ഇന്ത്യ രാജ്യത്തിലും വളരെയധികം ആളുകൾ ഇന്ന് സോളാർ മേഖലയിലേക്ക് കടന്നു വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പല രീതിയിലുള്ള സോളാർ സംവിധാനങ്ങൾ ഇന്ന് ലഭ്യമാണ്. ഓൺ ഗ്രിഡ് സോളാറുണ്ട്. ഗ്രിഡ് ലൈനുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് ഓൺ ഗ്രിഡ് സോളാർ എന്നുള്ളത്. എന്നാൽ തികച്ചും വ്യക്തിപരമായ സ്വതന്ത്രമായ ഒരു സിസ്റ്റമാണ് ഓഫ് ഗ്രിഡ് എന്നത്. ഇതിൽ ബാറ്ററി ബാക്കപ്പോട് കൂടിയുള്ള ഒരു സംവിധാനം ആയതുകൊണ്ട് തന്നെ ഗ്രിഡ് ലൈനിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ ഇതിന് പ്രവർത്തിക്കാൻ കഴിയും. അഥവാ ആ പ്രദേശത്ത് ഗ്രിഡ് സപ്ലൈ ദിവസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം നിലച്ചു പോയാലും ഒരു ഓഫ് ഗ്രിഡ് സംവിധാനമുള്ള ഒരു സ്ഥാപനത്തിൽ നേരം പുലർന്നു കഴിഞ്ഞാൽ അവിടെ വൈദ്യുതിയുടെ ലഭ്യത ഉറപ്പാണ്. വളരെയധികം പ്രയോജനപ്രദമായ, അല്പം ചെലവ് വന്നാൽ പോലും വളരെയധികം പ്രയോജനപ്രദമായ ഒരു സംവിധാനം തന്നെയാണ് ഓഫ് ഗ്രിഡ് സോളാർ എന്നുള്ളത്. അതിൽ യാതൊരു തർക്കവും ഇല്ല. എന്നാൽ ഈ ഓഫ് ഗ്രിഡ് സംവിധാനങ്ങൾ നിലവിലുള്ള ഉപഭോക്താക്കൾ നേരിടുന്ന വിഷയങ്ങൾ ഏറെ പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിനെ സംബന്ധിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഓഫ് ഗ്രിഡ് സംവിധാനങ്ങൾ പൊതുവെ ഏറ്റവും സാർവത്രികമായി കാണുന്നത് ഒരു ബാറ്ററി, അതല്ലെങ്കിൽ 2 ബാറ്ററി, അതിന് അധികരിച്ചാൽ 4 ബാറ്ററി അഥവാ 48 വോൾട്ട്, ഇങ്ങനെയുള്ള സിസ്റ്റങ്ങളാണ് ഉള്ളത്. ഏറ്റവും സാർവത്രികമായിട്ടുള്ളത് 2 ബാറ്ററിയിലും 1 ബാറ്ററിയിലും പ്രവർത്തിക്കുന്ന 12 വോൾട്ട് അതല്ലെങ്കിൽ 24 വോൾട്ട് സിസ്റ്റങ്ങളാണ്. ഈ സിസ്റ്റങ്ങൾ സോളാറിൽ പ്രവർത്തിക്കുമ്പോൾ അഥവാ അതിൻ്റെ ബാറ്ററി ബാക്കപ്പിൽ പ്രവർത്തിക്കുമ്പോൾ, ഈ ബാറ്ററി ബാക്കപ്പിൽ പ്രവർത്തിക്കുന്ന സമയത്ത് സോളാറിൻ്റെ ഉൽപ്പാദനം നടക്കുന്നില്ലാത്ത വൈകുന്നേര സമയങ്ങളിൽ അഥവാ വെയിൽ മങ്ങിയ അവസ്ഥയിൽ, അതല്ലെങ്കിൽ നല്ല മഴക്കാറുള്ള നല്ല മൂടിക്കെട്ടിയ അന്തരീക്ഷമുള്ള സമയങ്ങളിൽ ആ വീട്ടിൽ സാധാരണ പോലെ തന്നെ ലോഡുകൾ പ്രവർത്തിക്കുകയും ഈ അന്തരീക്ഷത്തിൻ്റെ അവസ്ഥയും സോളാറിൻ്റെ ലഭ്യതയുടെ അവസ്ഥയും അറിയാത്ത ഉപഭോക്താക്കൾ ഇതിൽ നിന്ന് ലോഡുകൾ ഉപയോഗിക്കുന്നത് വഴി പെട്ടെന്ന് തന്നെ അവരുടെ ബാറ്ററി വോൾട്ടേജ് താഴുകയും ഒരു പരിധിയിലപ്പുറം താഴുകയും അവിടുത്തെ ലോഡുകൾ ഒന്നാകെ ഗ്രിഡ് ലൈനിലേക്ക് കണക്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാകാറുണ്ട്. ആ ഒരു ലോഡുകൾ സോളാർ സംവിധാനത്തിലേക്ക് മാറണമെങ്കിൽ അന്ന് തന്നെ നല്ല രീതിയിലുള്ള വെയിൽ ലഭ്യമാവുകയോ അതല്ലെങ്കിൽ രാത്രിയിലൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് പുലർന്നിട്ട് വെയിൽ വരികയോ ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും സംഭവിക്കുന്നത് 24 വോൾട്ട് സിസ്റ്റം സ്ഥാപിച്ചിട്ടുള്ള ആളുകളെയാണ്. അവർ ഒരു പക്ഷേ ചെറിയ ഇൻഡക്ഷൻ കുക്കറുകൾ, ചെറിയ കെറ്റിലുകൾ, അതുപോലെ തന്നെ ഒരു 3/4 HP 1 HP പമ്പ് സെറ്റുകൾ, അതുപോലെ 110 AC, ഇത്തരം ഉപകരണങ്ങളൊക്കെ ഈ 24 വോൾട്ടിൻ്റെ 2500 VA പവർ സിസ്റ്റത്തിൽ അതിനനുസരിച്ച് പാനലുകൾ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പകൽ സമയത്ത് ഉപയോഗിക്കാൻ കഴിയും, രാത്രിയിലും ഉപയോഗിക്കാൻ കഴിയും. ബാറ്ററി ബാക്കപ്പ് മതിയായ രീതിയിലുണ്ടെങ്കിൽ രാത്രിയിലും ഉപയോഗിക്കാൻ കഴിയും.
എന്നാൽ ഒരു 200 ആംപിയർ ശേഷിയുള്ളതോ അതല്ലെങ്കിൽ 150 ആംപിയർ ശേഷിയുള്ളതോ ആയിട്ടുള്ള ബാറ്ററി സംവിധാനങ്ങളാണ് മിക്കയിടത്തും ഉണ്ടാവുകയുള്ളൂ. ലെഡ് ആസിഡ് ബാറ്ററി ആയിരിക്കും പൊതുവെ 90% ആളുകളും ഇന്ന് ഉപയോഗിക്കുന്നത്. ലിഥിയം ബാറ്ററിയിലേക്കൊക്കെ ആളുകൾ മാറി വരുന്നേ ഉള്ളൂ. അപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററിയുടെ ഒരു പ്രത്യേകത, അതിൻ്റെ പവറിൻ്റെ 10% അധികം അതിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസ്ചാർജിങ് തോത് ക്രമാതീതമായി വർദ്ധിക്കുകയും പെട്ടെന്ന് തന്നെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുകയും ചെയ്യും. ഒരു ഉദാഹരണത്തിന് ഒരു 150 ബാറ്ററിയിൽ നിന്നും ഒരു 15 ആംപിയർ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കെയുള്ള വോൾട്ടേജ് ഡ്രോപ്പല്ല അതിൽ നിന്ന് 30 ആംപിയർ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. ഇത് കാരണം ഒരു 110 AC ഒരു വൈകുന്നേര സമയത്ത് സോളാർ ഇല്ലാത്ത സമയത്ത് ഒരു സോളാർ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തു, ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുന്നു. 110 AC എന്ന് പറയുന്നത് അതിൻ്റെ ലോ മോഡൽ ഇട്ടാൽ പോലും 500-600 വാട്ട്സ് അല്ലെങ്കിൽ 700 വാട്ട്സൊക്കെ വൈദ്യുതി എടുക്കും. അക്കൂട്ടത്തിൽ തന്നെ ആ വീട്ടിലുള്ള മറ്റുള്ള ലോഡുകളും അവിടെ പ്രവർത്തിക്കുന്നുണ്ടാവാം. ലൈറ്റുകൾ, ഫാനുകൾ, ഒരു പക്ഷേ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഒരു പക്ഷേ കിച്ചണിൽ മിക്സി വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ അവിടെ ഉപയോഗത്തിലുണ്ടാകും. അതിൻ്റെ കൂടെ AC കൂടെ വരുമ്പോൾ ടോട്ടൽ വാട്ട്സിൽ ഗണ്യമായ വർധനവ് അവിടെ ഉണ്ടാവുകയും വലിയ തോതിൽ ആംപിയർ കറണ്ട് ഈ ബാറ്ററിയിൽ നിന്ന് വലിക്കാനുള്ള സാധ്യത ഉണ്ടാവുകയും ഇവിടെ ഗണ്യമായ തോതിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഈ ബാറ്ററിക്ക് താങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ ബാറ്ററി വോൾട്ടേജ് താഴെ ലെവലിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ ബാറ്ററി വോൾട്ടേജ് നിശ്ചിത വോൾട്ടേജ് എത്തുമ്പോൾ ഈ ഹെവി ലോഡുകൾ, AC പോലുള്ള, ഇൻഡക്ഷൻ കുക്കർ പോലുള്ള, പമ്പ് സെറ്റ് പോലുള്ള ഹെവി ലോഡുകൾ വൈദ്യുതിയിലേക്ക് അതല്ലെങ്കിൽ ഗ്രിഡിൻ്റെ വൈദ്യുതിയിലേക്ക് മാറുകയും അവിടെ വളരെ അത്യാവശ്യമായിട്ടുള്ള ലൈറ്റ്, ഫാന് അതുപോലുള്ള സംവിധാനങ്ങൾ ഈ ബാറ്ററി ബാക്കപ്പിൽ തന്നെ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ ഈ സോളാർ സിസ്റ്റം അവിടെ പ്രവർത്തിക്കുകയും ബാറ്ററിക്ക് വലിയ പരിക്കില്ലാത്ത ഒരു അവസ്ഥ സംജാതമാവുകയും ചെയ്യുമായിരുന്നു. എന്താണ് ഇതിനൊരു പരിഹാരം? ഇങ്ങനെയൊരു സംവിധാനത്തെക്കുറിച്ച് പലർക്കും മനസ്സിൽ ആശയം തോന്നിയിട്ടുണ്ടാകാം. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഒരു സിസ്റ്റം സോളാറിലേക്ക് മാറുന്നത് ബാറ്ററിയിൽ 14 വോൾട്ട് ആകുമ്പോഴും ഗ്രിഡിലേക്ക് മാറേണ്ടത് ബാറ്ററിയിൽ 11.5 വോൾട്ട്, ഒരു ബാറ്ററിക്ക് 11.5 വോൾട്ട് വോൾട്ടേജ് എത്തുമ്പോഴും ആണെന്ന് വിചാരിക്കുക. നോർമലി ഒരു ബാറ്ററിക്ക് അനുവദിച്ചിട്ടുള്ള പവറിൽ നമ്മൾ അതിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കെ വളരെ സാവധാനത്തിൽ മാത്രമാണ് ഈ ബാറ്ററി ഈ പറഞ്ഞ ലോ ലെവലിലേക്ക് താഴുകയുള്ളൂ. എന്നാൽ നമ്മളതിന്മേൽ പെട്ടെന്ന് ഒരു ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ബാറ്ററീൻ്റെ റേറ്റഡ് പവറിനെക്കാട്ടിലും അധികമായിട്ടുള്ള ലോഡ് ഈ ബാറ്ററിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ബാറ്ററിയുടെ ഡിസ്ചാർജിങ് തോത്, ആ വോൾട്ടേജ് ഡ്രോപ്പിങ്ങിൻ്റെ തോതുണ്ടല്ലോ, അത് വളരെ പെട്ടെന്ന് തന്നെ വലിയ തോതിൽ സംഭവിക്കും. അതായത് വളരെ പെട്ടെന്ന് തന്നെ 11.5 വോൾട്ടാണ് ലോവർ ലെവൽ വെച്ചത് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് ലോവർ ലെവലിലേക്ക് എത്തുകയും ടോട്ടലി ആ വീട്ടിലുള്ള എല്ലാ ലോഡുകളും, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ലോഡുകളും ഉടൻ തന്നെ ഗ്രിഡ് ലൈനിലേക്ക് മാറുകയും പിറ്റേന്ന് നേരം പുലരുന്നത് വരെയും ആ ലോഡുകൾ അത്രയും ഗ്രിഡിൽ പ്രവർത്തിക്കുകയും വലിയ തോതിലുള്ള വൈദ്യുതി ബില്ല് അവിടെ സംഭവിക്കുകയും ചെയ്യും. അവർ സോളാർ വെച്ചിട്ടുണ്ട്, 10,000 വീടിന് മുകളിൽ മുടക്കി വെച്ചിട്ടുണ്ട്, എന്നാലും അവർക്ക് വൈദ്യുതി ബില്ല് വരുന്നു. ബാറ്ററിയിൽ വേണ്ടത്ര വോൾട്ടേജ് ഉണ്ട് താനും, എന്നിട്ടും ഇത് സംഭവിക്കുന്നു, നിത്യേന ഇത് ആവർത്തിക്കുന്നു. ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതില്ലേ? തീർച്ചയായും ഉണ്ട്. അതിന് പരിഹാരം ഉണ്ട്. അത് അധികം ആൾക്കും അറിയാഞ്ഞിട്ടാണ്. വളരെ ലളിതമായ രീതിയിൽ
ഈ ബാറ്ററി വോൾട്ടേജ് ഒരു നിശ്ചിത വോൾട്ടേജ് എത്തുമ്പോൾ, ഉദാഹരണത്തിന് 11.5 വോൾട്ടാണ് നമ്മൾ ഈ ബാറ്ററിയിൽ നിന്ന് ഗ്രിഡിലേക്ക് മാറേണ്ട ഒരു ലെവൽ വെച്ചത് എന്നുണ്ടെങ്കിൽ അതൊരു 11.8 അല്ലെങ്കിൽ 11.9 നമ്മൾ നിശ്ചയിക്കുന്ന ഒരു ലെവലിലെത്തുമ്പോൾ ഇത്തരം ലോഡുകൾ, ഹെവി ലോഡുകളെല്ലാം ഗ്രിഡിലേക്ക് മാറ്റാനുള്ള വളരെ ചിലവ് കുറഞ്ഞ ഒരു സംവിധാനം ഇന്ന് നിലവിലുണ്ട്. എന്നാൽ അത് പെട്ടെന്ന് പോയിട്ടൊരു മാർക്കറ്റിൽ ചെന്നിട്ട് വാങ്ങിയെടുക്കുക സാധ്യമല്ല. അത് പ്രാവർത്തികമാക്കുന്നത് 1-2 കമ്പോണൻറ്റുകൾ, ചില മൊഡ്യൂളുകൾ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഇതിൻ്റെ വോൾട്ടേജ് സെൻസ് ചെയ്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചില റിലേകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ റിലേ ഒക്കെ ഈ വോൾട്ടേജിനനുസരിച്ച് പെരുമാറിക്കൊണ്ട് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് സാധ്യമാണ്. ഈ സംഗതി ഈ ചെറിയൊരു വീഡിയോയിൽ ഈ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കുക എന്നുള്ളത് പ്രായോഗികമല്ലാത്തത് കൊണ്ടും ശേഷം ഭാവിയിൽ മറ്റൊരു വീഡിയോ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ട്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ എൻ്റെ നമ്പർ ചേർക്കുന്നുണ്ട്. എല്ലാവരും താല്പര്യമുള്ളവർ, ഈ വിഷയത്തിനെ സംബന്ധിച്ച് താല്പര്യമുള്ളവർ, ഇതിനെ സംബന്ധിച്ചുള്ള അറിവ് എങ്ങനെയാണ്, എന്താണ് ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാക്കുന്നതിനെ സംബന്ധിച്ച് ഉള്ള അറിവ് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്, അതിലേറെ താല്പര്യവുമുണ്ട്. തികച്ചും സൗജന്യമായിട്ട്. അതുപോലെ തന്നെ സോളാർ സംബന്ധമായിട്ട് പല സംശയങ്ങളും ജനങ്ങൾക്കുണ്ടായേക്കാം. അതൊക്കെ നേരിൽ സംസാരിക്കുന്നത് പോലെ തന്നെ വിളിക്കാൻ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. എൻ്റെ മൊബൈൽ നമ്പർ ഇതോടൊപ്പം ചേർക്കുന്നുണ്ട്. അതിലൊരു മടിയും വിഷമമൊന്നും ആരും കരുതേണ്ടതില്ല. അറിവുകൾ എന്നുള്ളത് ആരുടെയും കുത്തകയല്ല. കൊടുക്കുന്തോറും വളരുന്ന ഒരു വസ്തുതയാണ് അറിവ് എന്നുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും എനിക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ മറ്റ് പലരുടെ അടുത്ത് നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്, ഞാൻ കൊണ്ടുവന്നതല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാനും എനിക്ക് ബാധ്യതയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ നമ്പർ ഇതാണ്: 93 87 24 84 73. ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ടെക്സ്റ്റ് രൂപത്തിൽ ഞാൻ താഴെ ഈ നമ്പർ കൊടുക്കുകയും ചെയ്യാം കേട്ടോ. താങ്ക് യു ടു ആൾ.